ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാനും എൻ്റെ ഡിഗ്രി മേറ്റ്സ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി എല്ലാവരും കൂടെ രാത്രി 10:30 ആയപ്പോൾ ദാണ്ട നമ്മുടെ സജിയും 11 മണിയായോ സജി, അതായത് കുഞ്ഞാടിന്റെ കെട്ടിയോൻ സജിയും കൂടെ പറഞ്ഞു നമുക്ക് അടിവാരത്ത് പോയിട്ട് ചായ കുടിക്കാന്ന്. അങ്ങനെ അത് കേൾക്കാത്ത പടി വീട്ടിൽ ചോദിച്ച് ഇറങ്ങി പോന്നേക്കാണ് ഞാൻ. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ വെളിച്ചമൊന്നും കിട്ടിയില്ലെങ്കിലോ, വെളിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. പിന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള അമൽ പറഞ്ഞേക്കുന്നത് അവനെ വീഡിയോയിൽ എടുക്കണമെങ്കിൽ എന്തോ വേണം എന്നൊക്കെയാണ്, അതുകൊണ്ട് അമലിനെ ഞാൻ ഒഴിവാക്കി. നീത് സെയിം ആണ്, അവൾ എന്താണ് നല്ല ഉടുപ്പൊന്നുമല്ല ഇട്ടേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവളെ ഞാൻ ഉൾപ്പെടുത്തും, കുഴപ്പമില്ല. ഇവർക്ക് നിർബന്ധം ആയതുകൊണ്ട് ഇപ്പം ഞാൻ വണ്ടിയെ കയറാൻ വേണ്ടി പോവുകയാണ്, അല്ലേ സജി? അപ്പം നമ്മൾ തുടങ്ങുകയാണ്, ചെന്നിട്ട് ബാക്കി കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അടിവാരത്ത് വന്ന് നോക്കിയിരിക്കുകയാണ്. അതായത് നീതുവിൻ്റെ ഒരു അനിയനുണ്ട്, നീതുവിൻ്റെ അനിയൻ എവിടുന്നോ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ഇവിടെ മലപ്പുറം എത്തിയെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോകാൻ. സജി ഉറങ്ങി വീഴുന്നാ തോന്നുന്നത്. സജിക്ക് എല്ലാവിധ എനർജിയും കൊടുക്കേണ്ടത് ഞങ്ങളുടെ അത്യാവശ്യമാണ്. കാരണം എന്നാ, ഇവരാണ് വണ്ടി ഓടിക്കുന്നത്, ഞങ്ങളാണ് അല്ലെങ്കിൽ പപ്പടാവുക. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സജിയുടെ സ്വന്തം കെട്ടിയോൾ കുഞ്ഞാട്. നീതുവിന്റെ പിള്ളേർക്ക് എന്ന് വെച്ചാൽ നീതുവിന്റെ പിള്ളേർക്ക് തന്നെ അവർ പിള്ളേർക്ക് വെള്ളമൊക്കെ വാങ്ങി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ഉത്തരവാദിത്തമുള്ള ഒരേ ഒരാൾ അവള് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതുപോലെ കൊച്ചിനെ എടുത്ത് നിൽക്കുന്നത് അവളാണ്. അങ്ങനെ ഞങ്ങള് കാത്തിരുന്ന ആള് വന്നിട്ടുണ്ട്. ഇതാണ് നീതുവിന്റെ ഫ്രണ്ട്, അല്ല നീതുവിന്റെ കസിന്. ഏറ്റവും വലിയ കോമഡി എന്നാന്നറിയാവോ, ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ലിവൻ. ഇവന്റെ ആശാത്തിയാണ് ഞാന്. എന്ത് ചെയ്യാനാ, ഞാൻ വലിയൊരാളായിരുന്നു പണ്ട്. ഇപ്പൊ വേറെ ഊളയാന്ന്, എന്നെക്കാളും വലിയ ഊളയാണ് താണ്ട് ഈ നിക്കുന്നവൻ അവിടെ അപ്പുറത്ത്. നോറെ ഒരു ഹായ് പറയോ? കുഞ്ഞുസേ മുത്തുമണി ഒരു ഹായ് പറഞ്ഞത്. അയ്യോ, യൂട്യൂബ് ആന്റിന്റെ ചാനലിലേക്ക് ഹായ് പറയടാ പറഞ്ഞത്. യൂട്യൂബ് ആന്റി കൊച്ചു കള്ളി, അവൾ ഇടയ്ക്കിടയ്ക്ക് കോമഡി ഒക്കെ പറയും. കുഞ്ഞുസേ ഒരു ഹായ് പറഞ്ഞേ. ഇവിടെ ഇവർക്ക് എല്ലാവർക്കും ഞാനൊരു ഭാരമാണ് ഗൈസ്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇനി വെറുപ്പിക്കലുകൾ വീണ്ടും തുടരുന്നതാണ്. ഇപ്പൊ നല്ല വെളിച്ചം, എന്നെ അങ്ങോട്ട് കാണാൻ കിട്ടി. ചാപ്പി ചായയുടെ ആളാണ് ഞാൻ. ചായയാണ് വേണ്ടത് അല്ലേ കുഞ്ഞാടെ? പീസ് ആഗ്രഹിക്കുന്ന. അങ്ങനെ ചായ വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ചായയാണ്, മധുരമുണ്ട്, കടുപ്പ. എനിക്ക് വേണ്ട നോർക്കൊന്നും. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇന്ന് രാത്രി ഒരു 1.5 പ്ലേറ്റ് ചോറ് വിഴുങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോ അതുകൊണ്ട് നുറുക്ക് പോകത്തില്ല. അങ്ങനെ ചായ കൊള്ളാം, നല്ല കടുപ്പമുണ്ട്, മധുരമുണ്ട്. സെറ്റ് ഗൈസ്. അങ്ങനെ കാടമുട്ടയും വന്ന് ചേർന്നിട്ടുണ്ട്. അമല താണ്ട് അതിനകത്തേക്ക് നോക്കി വെള്ളം ഇറക്കുന്നുണ്ട് ഗൈസ്. ഇല്ല, ഞങ്ങളെ മെല്ലെ ചെറുതായിട്ട് പരിപാടി തുടങ്ങി നോക്കട്ടെ. ഇതിപ്പോഴേ ഞാൻ തുടങ്ങിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ വീഡിയോ എടുത്ത് തീരുമ്പോഴത്തേക്ക് ഇവരത് തീർക്കും. അങ്ങനെ നമ്മുടെ കാടമുട്ട വീണ്ടും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചുരത്തിലേക്കൊന്നും പോയിട്ടില്ല, അടിവാരത്ത് തന്നെ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആ റെസ്റ്റോറൻറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തട്ടുകടയുണ്ട്. തട്ടുകടയിലാണ്. ഈ തട്ടുകടയ്ക്ക് നിയറായിട്ട് എന്താണ് ഒരു അച്ചാറ് കടയുണ്ട്. അപ്പോൾ ഈ വഴി പോകുന്നവർക്കൊക്കെ അച്ചാറ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അച്ചാറ് വന്ന് വാങ്ങാം. ഇവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കാടമുട്ടയൊക്കെ കഴിക്കാം. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. എരിവെന്നൊക്കെ പറഞ്ഞാല് നല്ല എരിവാണ്, നല്ല ചുഖം. അയ്യോ, എരിവ് കുറച്ച് കൂടുതലാണ്. നേരത്തെ ഒന്നെങ്കിൽ പറയണ്ടായിരുന്നു ഞങ്ങൾക്ക് എരിവ് വേണ്ടെന്നുള്ളത്. എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു ഗൈസ്. കൊതി വന്നിട്ടല്ല, എരിവ് കൂടിപ്പോയിട്ട്. ഒക്കെ കലക്കി കുടിക്കുന്നുണ്ട് ഗൈസ്. നീതു പിള്ളേരെ നോക്കല്ലാതെ ഒന്നും പോകുന്നില്ല, ചായയും കുടിക്കാൻ പറ്റുന്നില്ല നീതുവിന്. നാളെ ഇനി വീണ്ടും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നീതു പോവാന്ന് പറയുന്നുണ്ട്. എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ, ഏതൊരു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറയും, നമുക്ക് വീട്ടിൽ പോവാന്ന് അല്ലേ? അതുപോലൊരാളാണ് ഇവള്.
ഡ്യൂട്ടി. ജോലിയുള്ളതിന്റെ അഹങ്കാരം. നമുക്ക് ജോലിയൊന്നുമില്ല, വിലയും കൂലിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. വീട്ടുകാരെ വെറുപ്പിച്ച്, നാട്ടുകാരെ വെറുപ്പിച്ച്, കൂട്ടുകാരെ വെറുപ്പിച്ച്. ഞാനെവിടെ പോകാനാന്ന് ഇത് അവള് മടുക്കുന്ന തോന്നുന്നു. പിള്ളേരെയൊക്കെ കുടിപ്പിച്ചും പിടിപ്പിച്ചും ഒക്കെ. തള്ളമാരല്ല, ഒറ്റ തള്ള. അതാണ് ബൂസ്റ്റ്. അതാണ് 2 പിള്ളേരും ബൂസ്റ്റ് ഒക്കെയാണ്. ബൂസ്റ്റിന് ഞങ്ങളുടെ വക പ്രൊമോഷൻ. ഒന്ന് മാറിക്ക് പെണ്ണുപിള്ളേ അങ്ങോട്ടത്. അത് നിങ്ങൾ ബാക്കിയല്ല നിങ്ങൾ എന്താണ് ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കുക. ഓക്കെ ഓക്കെ. കണ്ടോ, ഇതാണ് ഈ ഒരു ഉഷാറില്ലേ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലട മുത്തായ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചായയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ പോവാണ്. ബൈ ബൈ, സീ യു. അപ്പൊ നീ പറഞ്ഞേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക. അല്ലേ അമലെ? അമല ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഗൈസ്, ബൈ. ഫോട്ടോ സജിയ കുഞ്ഞോടെ കുഞ്ഞാടെ ബൈ. കുഞ്ഞുസേ ബൈ. അയ്യോടാ, ഒക്കെ വന്നുണ്ടായിരുന്നു. ഉറങ്ങി പകുതി ഉറക്കത്തിലാണ്. അമലേ ഒരു ബൈതാടാ. 2 പേരും അമലുമാരാണ് ഗൈസ്. അപ്പൊ ശരി ഗൈസ്. കുഞ്ഞു ഒരു ബൈ പറഞ്ഞേ. ഇവിടെ ബൈ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അയ്യോടാ കുഞ്ഞുസേ ബൈ. ബൈ ഗൈസ്. കൊച്ചിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ബൈ. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് പിള്ളേരും സജിയും കുഞ്ഞാടും ഒക്കെ പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നാളെ ഞങ്ങൾക്ക് കാണണം.